സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വീണ്ടും ഈ മറുനാടൻ മലയാളി വർഗീയതയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മുസ്ലിം ജനസംഖ്യ അമിതമായിട്ട് വർദ്ധിക്കുന്നു, ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നു, ഹിന്ദു ജനസംഖ്യ കുറയുന്നു. ആ 100 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ ജനസംഖ്യ ഇവിടെ 17% ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ കൂടിയത് 1% അല്ലെങ്കിൽ 2%ആണ് ക്രിസ്ത്യൻ ജനസംഖ്യ കൂടിയത്. മുസ്ലിംസ് 10% അല്ലെങ്കിൽ 12% കൂടി എന്നൊക്കെ ഇല്ലാത്ത കണക്കുണ്ടാക്കി പറയുകയാണ്. എന്നിട്ട് 2 മുസ്ലിം നാമധാരികൾ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ അവർ എഴുതി വിട്ടതായിട്ട് അവർ കാണിക്കുകയാണ്. 2 മുസ്ലിങ്ങൾ എഴുതി വിട്ടതായിട്ട് ഒരു ഷംസീർ എന്ന ഒരു വേറൊരുത്തൻ്റെ പേര് പറയുന്നു, മുസ്ലിമിൻ്റെ പേരാണ്. അപ്പോൾ എത്രയോ മുസ്ലിം പേരുകാർ, ആരിഫ് എന്ന് പറയുന്നു മുസ്ലിമാണ്, പിന്നെ ജാമിദ എന്ന് പറയുന്നവൾ മുസ്ലിമാണ്, പിന്നെ വേറൊരു നരസിംഹം എന്ന് പറയുന്ന ഒരു മുസ്ലിം ഹിന്ദു പേര് സ്വീകരിച്ചു പോയി, അബ്ദുള്ള കുട്ടി മുസ്ലിമാണ്. അങ്ങനെ കുറേ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്, മുസ്ലിം നാമധാരികളുണ്ട്. യൗമാര് എഴുതുന്നതാണ് ആ കണക്ക്. സർക്കാർ കണക്കെടുക്കട്ട്, ഇന്ത്യയിൽ മൊത്തം കണക്കെടുക്കട്ട്, മുസ്ലിം ജനസംഖ്യ എന്തുമാത്രം വർദ്ധിച്ചു. മുസ്ലിങ്ങൾ ഈ രാജ്യം ഭരിച്ചവരാണ്, ഇന്ത്യ മഹാരാജ്യം ഭരിച്ചവരാണ് മുസ്ലിങ്ങൾ. അന്ന് വേണമെങ്കിൽ എഴുതിയ എത്രയോ പേരെ നിർബന്ധിച്ചും അല്ലാതെയും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരെയും വേണമെങ്കിൽ ഒരു 75% ആളിനെ വേണമെങ്കിൽ മുസ്ലിങ്ങളാക്കാമായിരുന്നു. അതൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ ചെറ്റത്തരം പറയുന്നത്, വർഗീയത പറയുന്നത് മറുനാട, നീ 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 ഒരു തന്തയ്ക്ക് പിറന്നാനല്ല. നീ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിന്റെ സഹോദരി കർത്താവിന്റെ മണവാട്ടിയാണ്. അപ്പൊ നീ ദൈവത്തിന്റെ അളിയനല്ലേ, ദൈവത്തിന്റെ അളിയനല്ലേ? അപ്പോ ദൈവത്തിന്റെ അളിയനാണ് നീ. അപ്പോൾ ആ നീയാണ് പറയുന്നത് ഇങ്ങനെ വർഗീയത. അപ്പോൾ മുസ്ലിങ്ങളും ഈ ഹിന്ദുക്കളും ഒക്കെ സ്വർഗത്തിൽ പോകില്ലല്ല. കാരണം നിന്റെ സഹോദരി അവിടെ ദൈവത്തിന്റെ ഭാര്യയായിട്ട് നിൽക്കുകയല്ലേ, നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ കയറാൻ നോക്കും? അപ്പൊ ചെറ്റത്തരം പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയവാദി, ഈ ചാനൽ നടത്തുന്നതിൽ ഏറ്റവും വലിയ വർഗീയവാദി മാത്രമല്ല, ഈ വർഗീയതയ്ക്ക് ചാനലുകളുടെ നേതാവാണ് നീ, ക്രിസംഗികളുടെ നേതാവാണ് നീ ഇവിടെ നടത്തുന്നത്. ജനം TV ക്രിസ്ത്യാനിയുടേതാണ്, തത്വമയ്യ അതും ഇനി ക്രിസ്ത്യാനിയുടെ ആണെന്ന് എനിക്കറിയണം. എന്തായാലും ശരി, അത് ആണെങ്കിലും അല്ലെങ്കിലും ശരി, ജനം TV ക്രിസ്ത്യാനിയുടേതാണ്. വേറെന്താണ്, നിൻ്റെത് ക്രിസ്ത്യാനിയുടേതാണ്. മലയാളി വാർത്ത ഇൻസൈഡ് ക്രിസ്ത്യാനിയാണ്. അങ്ങനെ കൂടുതലും ഇവിടെ ക്രിസ്ത്യാനികളാണ് ചാനലുകൾ നടത്തുന്നത്. ഒരു പുട്ട് സാമുവലുണ്ട്, വേറെ അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നും പറഞ്ഞ് ഈ ഷാജസ്കറി യാക്കെടുത്ത പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയാണ്. ഇവിടെ മലപ്പുറത്താണ് ആകെ മുസ്ലിങ്ങൾ കൂടുതലുള്ള. ക്രിസ്ത്യാനിക്ക് എവിടെയൊക്കെ ഉണ്ട്? എറണാകുളം ജില്ല സിറ്റി കംപ്ലീറ്റ് ക്രിസ്ത്യാനികളാണ്, തിരുവനന്തപുരം സിറ്റി കംപ്ലീറ്റ് ക്രിസ്ത്യാനികളാണ്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഇതെല്ലാം ക്രിസ്ത്യാനികളാണ്. അവർ പറയുന്നവരാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ. ഇനി ഏത് പാർട്ടി ആയിരുന്നാലും ശരി, കോൺഗ്രസ് പാർട്ടിക്കല്ലോ ഏതെങ്കിലും ഒരു മുസ്ലിനെ കോട്ടയത്ത് നിർത്തി ജയിപ്പിക്കാൻ പോകും? അവർ ചെയ്യില്ല. കാരണം ഈ ആറാട്ടുമുണ്ടൻ AK ആന്റണി എവിടെ നിന്നാണ് അവസാനം ജയിച്ചത്? തിരൂരങ്ങാടിയിൽ കൊണ്ടുപോയി മുസ്ലിം ലീഗ് നിർത്തി ജയിപ്പിച്ച്, അവരുടെ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച്. അപ്പൊ മുസ്ലിങ്ങളാണ് വോട്ട് ചെയ്തത്. അതേസമയം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ഒരു മുസ്ലിമിന് ജയിക്കാൻ പോകും? ഒരു ഹിന്ദുവിനെയും ജയിപ്പിക്കില്ല, ഒരു ക്രിസ്ത്യാനിയും ജയിപ്പിക്കില്ല. നിങ്ങൾക്ക് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്, നിങ്ങൾക്കറിയാമല്ലോ, ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹിന്ദു പ്രൈം മിനിസ്റ്റർ ഉണ്ടായി. എത്ര നാൾ വെച്ചിരുന്നു ഈ ക്രിസ്ത്യാനികൾ? അവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാരാണ്? മുസ്ലിങ്ങളാണ്. പാകിസ്ഥാനികളും ഇന്ത്യക്കാരുമായ മുസ്ലിങ്ങളാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ വെച്ചില്ല, അയാളെ ഇറക്കി വിട്ടു. ക്രിസ്ത്യാനി തന്നെയാണ് ഇപ്പോഴും അവിടെ പ്രൈം മിനിസ്റ്റർ. അതായത് കൂടുതൽ നാൾ ഇരുത്തൂല. അതുപോലെ കേരള ചരിത്രം എടുത്ത് നിങ്ങൾ പരിശോധിക്കും, എത്രത്തോളം ക്രിസ്ത്യാനികൾ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയായ ഒരു കസേരയിൽ ഇരുന്ന, മുഖ്യമന്ത്രിയായിട്ട് ഒരു കസേരയിൽ ഇരുന്ന ഒരു മുസ്ലിം വ്യക്തി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് CH മുഹമ്മദ് കോയ. 53-57 ദിവസത്തിൽ കൂടുതൽ ഈ ആറാട്ടുമുണ്ടൻ ആന്റണി ഇരുത്തിയില്ല, പിൻവലിച്ചു. അപ്പൊ ഇതാണ് ഇവരുടെ മനസ്സ്. ഇനി ഏത് പാർട്ടി ആയിരുന്നാലും ശരി, അവരുടെ മനസ്സ് കറുത്തതാണ്. PC ജോർജിനെ ഇവിടെ കൊണ്ടുകിടന്നത്, MLA ആക്കിയതും എല്ലാ സ്ഥാനമാനങ്ങളും അയാൾ നേടിയെടുത്തതെല്ലാം മുസ്ലിങ്ങളുടെ ബാക്കിൽ നിന്നാണ്. അവസാനം അവൻ ചെറ്റത്തരം, അവൻ ഒരു ഫോൺ സംഭാഷണം ബാക്കിയുള്ളവർ കേൾക്കാനിടയായി. അതിന്റെ പേരിലാണ് മുസ്ലിങ്ങളെല്ലാം അവനെതിരെ തിരിഞ്ഞത്. അതായത് ഉള്ളിൽ വിഷമാണ്. ഈ ക്രിസ്ത്യാനികളായിട്ട് നല്ല ക്രിസ്ത്യാനികളുണ്ട്. പോൽ മാർപ്പാപ്പ, നിങ്ങൾ പഠിക്കുകയും കണ്ടുപഠിക്കുകയും, നിങ്ങളുടെയൊക്കെ നേതാവല്ലേ
വേറൊരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനി, യഹൂദനും മുസ്ലിം എന്ന് പറഞ്ഞ വേദക്കാരാണ്. വേദക്കാരുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്. നാളെ യേശു ക്രിസ്തു വരും. നിങ്ങളിപ്പോ പറയുന്നു യേശുവാണ് ദൈവം എന്ന് പറയുന്നു. ദൈവം ജനിക്കുകയില്ല, ദൈവം മരിക്കുകയില്ല. അതാണ് ആദ്യം മനസ്സിലാക്കണം. ഏതൊരു സമുദായക്കാരനായിരുന്നാലും വിശ്വസിക്കേണ്ടതാണ്. ഹിന്ദുക്കാർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, മുസ്ലിങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, യഹൂദന്മാരും അങ്ങനെയാണ്. ദൈവം ജനിക്കില്ല, ദൈവം മരിക്കില്ല, ദൈവം മക്കളെ ഉണ്ടാക്കില്ല. അതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ പറയിക്കുന്നതാണ് നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് പറയിക്കുന്നതാണ്. അവരവർക്ക് അവരുടെ വിശ്വാസമുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കാം. നിങ്ങളിപ്പോ യേശുവിനെ ദൈവമായിട്ടാ, ദൈവപുത്രനായിട്ടാ നിങ്ങൾ എന്തായിട്ട് കണക്കാക്കിയാലും ബാക്കിയുള്ള സമുദായക്കാർക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രവാചകനാണ്. അങ്ങനെ 1,24,000-ൽ പരം പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ സത്യവും ധർമ്മവും നീതിയും സംസ്കാരവും അതും ഇതും ജനങ്ങളെ നന്മയിലേക്ക് നയിച്ചതും തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്തതും മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, മരിച്ചാൽ എങ്ങനെ ഖബറടക്കണം, അവന്റെ ഭാര്യ എങ്ങനെയായിരിക്കണം, ഭാര്യയുമായിട്ടുള്ള രീതി, അവരുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, മക്കളെ എങ്ങനെ വളർത്തണം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള മതങ്ങളാണ്. ലോകത്തുള്ള മതങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യാനി എന്നാണ് ഉണ്ടായത്? ക്രിസ്ത്യൻ മതം എന്നാണ് ഉണ്ടായത്? യേശു ക്രിസ്തു ഉള്ളപ്പോൾ ക്രിസ്ത്യൻ മതമില്ല. നിങ്ങൾ ചരിത്രമെടുത്ത് പരിശോധിക്കണം. യേശു ക്രിസ്തുവിന് ശേഷമാണ് ക്രിസ്തു മതം ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. 2, യഹൂദ മതം എന്ന് പറയുന്നത്. യഹൂദ മതം എന്ന് പറഞ്ഞുണ്ടാക്കിയത് മോസസിന് ശേഷമാണ്. മോസസ് ആണ് അവരുടെ പ്രവാചകനായിരുന്ന ആളാണ്. ആ പ്രവാചകൻ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു യഹൂദ മതം അവിടെ ഇല്ല. അവരെല്ലാം ബനി ഇസ്രായേൽ, പിന്നെ ഇസ്രായേലിന്റെ മക്കള്, ഇസ്രായേലിന്റെ സന്തതികളെ. ഇസ്രായേൽ എന്ന് പറയുന്ന ആരാണ്? ഇവിടെയുള്ള കുറെ പൊട്ടന്മാർ, ആരിഫായിരുന്നാലും ശരി, വേറെ മറ്റോന്മാരായിരുന്നാലും ശരി, ഇവിടെ വന്നിരുന്ന ചാനലിലെ രവിചന്ദ്രനൊക്കെ പറയുന്ന രവിചന്ദ്രൻ നിരീശ്വരവാദിയാണെന്നാണ് പറഞ്ഞത്. അവൻ എന്ത് നിരീശ്വരവാദി? അവന് തന്തയുണ്ടാവും. അവൻ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യൻ ജനിക്കുന്നതെന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ട്. നിസ്സാരമായ ഒരു തുള്ളി ജലത്തിൽ നിന്നാണ്. അപ്പൊ ആരാണ് ഇവർക്ക് ഹൃദയം കൊണ്ടുവച്ചത്? ആരാണ് ഇവർക്ക് കണ്ണു കൊണ്ടുവന്ന് വെച്ചത്? ആരാണ് പല്ലു കൊണ്ടുവന്ന് വെച്ചത്? ചെവി 2 എണ്ണം കൊണ്ടുവച്ചായി. കയ്യില് 10 വിരല്, 5 വീതം വെച്ചതാര്? കാല്, മുട്ട്, ബാക്കി എന്തെല്ലാം, അവന്റെ സെക്സ്, ഇതൊക്കെ ആരാണ് കൊണ്ടുവന്ന് വെക്കുന്നത്? ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന്. ലോകത്താരെങ്കിലും ഉണ്ടാക്കാൻ നോക്കൂ? അങ്ങനെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കാണിക്കുക. അപ്പൊ ഇതെല്ലാം ദൈവമില്ല എന്ന് പറയുന്നവന്, ദൈവം ഉള്ളത് കൊണ്ടാണല്ലോ നിരീശ്വരത്വം ഉണ്ടായത്. അവൻ പറയുന്ന നിരീശ്വരം എന്ന് പറഞ്ഞാൽ ദൈവം ഉള്ളത് കൊണ്ടാണ്, ദൈവം ഇല്ലാത്തത് കൊണ്ടാണ് നിരീശ്വരത്വം. അവന് തന്ത ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത ഇവനൊക്കെ എന്ന് പറയുന്നത് ഈ റോഡില കടത്തിണ്ണയില പ്രസവിച്ച് തള്ളമാര് കളഞ്ഞിട്ട് പോയ, അതായത് അനാഥ കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. സ്നേഹം, തള്ളയുടെ മാതാവിന്റെ സ്നേഹവും പരിലാളനവും ഒന്നും കിട്ടാത്ത ഈ വെറുക്കപ്പെട്ടവനായി അലഞ്ഞു തിരിയുന്നവനും അമ്മമാരാണ് ഈ നിരീശ്വരത്വം കൊണ്ട് നടക്കുന്നത്. അവന് ദൈവത്തിനെ പറ്റി അറിഞ്ഞൂടാ. ദൈവത്തിനെ പറ്റി അറിയണം, ആകാശത്തിലോട്ട് മലന്ന് നോക്കണം, ഭൂമിയിലോട്ട് നോക്കണം. ഈ ലോകത്ത് കാണുന്ന ഈ വെള്ള ജലത്തിലാണ് ഈ ഭൂമി നിൽക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ആകാശത്ത് നിന്നാണ് നമുക്ക് വെള്ളം ഇറക്കി തരുന്നത്. ആരാണ് ഇറക്കി തരുന്നത്? അത് കയ്പ് നിറഞ്ഞ വെള്ളമായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ നന്ദിയുള്ളവനാണ്. അപ്പൊ നല്ല വെള്ളം ആകാശത്ത് നിന്ന് ഇറക്കി കൊടുക്കുന്നു. അതിന്റെ ഇറക്കിയതിന് ശേഷമാണല്ലോ ഇവിടെ കണ്ടുപിടിച്ചത്. ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് നീരാവി പോയി, അത് കൂടായി, കാർമേഘമായി. ഇതൊക്കെ ആരാണ് നടത്തുന്നത്? ഈ സിസ്റ്റം ആരുണ്ടാക്കി വെച്ചു? ആകാശത്തിനെ എങ്ങനെ എടുത്തു ഉയർത്തി നിർത്തിയിരിക്കുന്നു? സൂര്യനെയും ചന്ദ്രനെയും എവിടെ ഉദിക്കുന്നു, എവിടെ അസ്തമിക്കുന്നു? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു വിളക്ക് കത്തിച്ച് വെച്ച പോലെ ഇരിക്കുന്നില്ലേ? സൂര്യൻ ഇങ്ങനെ സൂര്യപ്രകാശം കൊടുക്കുന്നില്ലേ? എന്തെല്ലാമാണ് മനുഷ്യന് നന്മ ചെയ്ത ദൈവം. ആ ദൈവത്തിന് ഇല്ല എന്ന് പറയുന്ന തെണ്ടികളാണ് ഈ നന്ദിയില്ലാത്ത മനുഷ്യന്മാരുടെ കാര്യം. എന്താണ് പറയുന്നത്? എന്തായാലും ശരി, ആ വിഷയമല്ല ഇവിടുത്തെ കാര്യം. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഷാജൻസ്കറിയ. അപ്പോൾ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാണ്. ക്രിസ്ത്യാനികൾ അവശ ക്രൈസ്തവന്മാരുണ്ട്, ലത്തീൻ കത്തോലിക്കരുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, മതം മാറി വരുന്നതുണ്ട്. അവരെയൊക്കെ ക്രിസ്ത്യാനികളായിട്ട് കൂട്ടിയിട്ടില്ല. കാരണം ജനസംഖ്യയുടെ കണക്കെടുക്കുമ്പോൾ അവൻ ഹരിജനാണ്, അവൻ ഗിരിജനാണ്, അവൻ മീൻ പിടിക്കാൻ പോകുന്നവനാണ്, അവൻ അവശ ക്രൈസ്തവനാണ് എന്നാണ്. പക്ഷേ ഇവരെല്ലാം ക്രിസ്ത്യാനികളാണ്. പിന്നെ ആനുകൂല്യങ്ങൾ, സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി അവരെല്ലാം ബാക്കിയുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ, അരയ സമുദായമായാലും മറ്റതായിരുന്നാലും അങ്ങനെയാണ്. അപ്പോൾ കള്ളത്തരവും കാവഡിത്തരവുമാണ് ഈ ക്രിസ്ത്യാനികൾ കാണിക്കുന്നത് കംപ്ലീറ്റ്. നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. ഡിവൈഡ് ആൻഡ് റൂൾ ആണ് അവരുടെ പോളിസി തന്നെ. അതായത് ഇംഗ്ലീഷുകാർ
ഇവിടെ കച്ചവടത്തിന് വന്നു ഇന്ത്യയിൽ. എന്നിട്ട് നമ്മുടെ രാജ്യം വെട്ടിപ്പിടിച്ചു, ഇവിടെയുള്ള എല്ലാം നശിപ്പിച്ചു. ഇവിടെയുള്ള 16 ലക്ഷം ഇന്ത്യക്കാർ, ക്രിസ്ത്യാനികൾ ഒന്നാ രണ്ടാ ചിലപ്പോൾ കാണും. ബാക്കിയുള്ള മതേതര വിശ്വാസികളായ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ അവർ കൂട്ടക്കൊല ചെയ്തിട്ട് പോയി. എന്നിട്ട് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നതിന് മുമ്പ്, ഇന്ത്യ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ മുഗളന്മാരുടെ ഭരണകാലത്ത്. നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെ മുടിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ രണ്ട് രീതിയിലാണ് ഹിന്ദുക്കളെ, ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ രണ്ട് സമുദായങ്ങളാണ് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ രണ്ടാക്കി കിടന്നു. രണ്ടും പാകിസ്ഥാനും ഇന്ത്യയും. ശരി, പോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് കാശ്മീർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പിടിച്ചിട്ട് അവിടെ ഒരു തർക്ക വിഷയമാക്കി കൊടുത്ത് അവർ തമ്മിൽ അടിച്ചുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഇവിടെയുള്ള മതേതരവാദികളായ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഉണ്ടാകണം. ഇവർ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോഴും ഇതാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. എന്താണ്? മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കുക. അതാണ് അവരുടെ ഇത്. അപ്പോൾ അതിന് അവർ കോപ്പ് കൂട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവര് പിടിമുറുക്കിയിരിക്കുകയാണ്. ക്രിസ്ത്യാനികളാണ് അവിടെ ഭൂരിപക്ഷം. ഈ സാജൻ ചെറിയ പറയുമ്പോൾ അതൊന്നും പറയാത്തത്. അതെന്താണ് പറയാത്തത്? അതെന്തുകൊണ്ട് പറയില്ല? അവര് രാജ്യം ഉണ്ടാക്കും, അവര് ബാക്കിൽ കൂടെ വന്നേ ഉണ്ടാക്കുള്ളൂ. പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് അവര്. മുസ്ലിങ്ങൾ നേർക്ക് നേരെ പറയും, പറയാനുള്ള കൂടെ പറയും. BJP-ക്കാരത് കൂടെയാണ് പറയുന്നത്, അല്ലാതെ ഉള്ളിലൊന്നും വെച്ച് വേറൊന്നും പറയില്ല. അതേസമയം ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. കാര്യസാധനത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അവർ മനസ്സിൽ അത് വെച്ചിരിക്കും, പുറത്ത് വേറെന്ന് പറയും. മോഡി വിശ്വഗുരുവാണ്, മോഡി ദൈവമാണെന്നും പറയും. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാജ്യമാണ്, ഹിന്ദു രാജ്യമാക്കണമെന്നാണ് ഷാൻസ്കറി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കേരളത്തിലും ഹിന്ദുക്കളാണല്ലോ കൂടുതൽ, ഇവിടെ ഇനി ഒരു മുഖ്യമന്ത്രി ക്രിസ്ത്യാനി ഉണ്ടാവണ്ട, എന്ത് ഹിന്ദു ആയാൽ മതി. മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ്, മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ഹിന്ദു തന്നെ ആയിരിക്കട്ടെ. അപ്പൊ അങ്ങനെ പറയാനുള്ള ധൈര്യം ഷാൻസ്കറിയാക്കണ്ട. അപ്പോ സ്ഥാനമാനങ്ങൾ കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടി അവരെന്ന് നിങ്ങൾക്കറിയാം. ഈ പിന്നെ PC ചാക്കോ, അവൻ എന്തോ ഒരു തന്നെയാണ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു UP-യുടെ ഭരണകാലത്ത്. അതുപോലെ മന്ത്രിയായിരുന്നു. എന്തൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടി, ചാടിയില്ലേ? മറ്റേ തോമസ് ഇപ്പൊ CPM-ന്റെ ആളായിട്ട്. അപ്പൊ അവൻ എന്താണ് ചെയ്തത്? ഇപ്പൊ അതാ പിന്നെ CPM കൊടുക്കുന്ന 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളത്തിന് അവൻ ഡൽഹിയിൽ ഉണ്ടാക്കുന്നു. അവൻ മന്ത്രിയായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങനെ. ടോം വടക്കൻ, അങ്ങനെ എത്രയോ ക്രിസ്ത്യാനി. ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് AK ആന്റണിയെ തന്നെ എടുക്കാം. മോഹനെ പറഞ്ഞ് BJP വിട്ടില്ലേ? അയാൾക്ക് അറിഞ്ഞൂടാകണ്ട, തള്ളയും കൂടെ ചേർന്നിട്ട്. ആന്റണി ആയത് എങ്ങനെയാണ്? കോൺഗ്രസിൽ നിന്നാണ്. രാജ്യരക്ഷാ മന്ത്രിയായിരുന്നു. ആവശ്യം പോലെ ഉണ്ടാക്കാനുള്ളതൊക്കെ മക്കളും മറ്റവരും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം മോനെ പറഞ്ഞ് BJP-യിൽ വിട്ടു. അന്തസ്സുള്ളവനായിരുന്നു ഈ ആന്റണി. അവനെ അപ്പ ചാടിക്കില്ല വീട്ടിൽ നിന്ന്. അവനെ അപ്പ ചാടിക്കും. ഞാനാണെങ്കിൽ അപ്പ വെടിയിച്ചുള്ളൂ. അങ്ങനെയുള്ള ഒരു മോനുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന തെണ്ടിത്തരവും ചെറ്റത്തരവും കാണിക്കുന്നതിന് ഈ വർഗത്തിന് യാതൊരു ഉളുപ്പുമില്ല. അപ്പൊ അതുകൊണ്ട് നീ വന്നിരുന്ന് ഈ ചാനൽ നടത്തുന്നത് നീ അന്തസ്സായിട്ട് നടത്തും, അല്ലാതെ ഇത് ചാനൽ വർക്കെന്ന് നീ പറയരുത്. നീ നിഷ്പക്ഷനുമല്ല, നീ തനി വർഗീയവാദിയാണ് നീ. അതായത് ഈ രാജ്യത്ത്, ഈ ലോകത്ത് ക്രിസ്ത്യാനി മാത്രം വാണാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് നീ. നീ നീ മഹാചെറ്റയാണ്. നീ ഈ ലോകത്ത്, അതായത് കേരളത്തിലെ മതേതര വിശ്വാസികളുമായിട്ടുള്ള നിന്റെ ബന്ധം അവർക്കൊക്കെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. നീ ഇപ്പോ ഇസ്രയേലിൽ പോയിട്ട് വന്നു. ഇസ്രയേലിൽ പോയ എന്തിനാണ്? 1200 യഹൂദന്മാരെ ഹമാസ് കൊന്നു. അപ്പൊ മില്യൺ കണക്കിന് മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ തുച്ഛമായാണ് മരിച്ചിട്ടുള്ളത്. കൊന്ന ആ ഭാഗം പലസ്തീൻ നീ പോയി സന്ദർശിച്ചില്ല. അതെന്താണ്? അപ്പൊ നിനക്കെന്താണ്? നീ അതും കൂടെ ഒന്ന് വ്യക്തമാക്കണം. ഏതെങ്കിലും ഒരു വീഡിയോയിൽ വ്യക്തമാക്കുക. നീ 1200 പേര് മരിച്ച, യഹൂദന്മാര് മരിച്ച സ്ഥലത്ത് പോയി നീ നെതന്യാഹു നിന്നെ സ്വീകരിച്ചിട്ടല്ല വീട്. എന്തായാലും പോട്ട്, നെതന്യാഹു സ്വീകരിക്കേ, നെതന്യാഹുവിനെ നിന്റെ പിന്നെ ഭാര്യയെ മക്കളെ ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നീ ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നിന്റെ കാര്യം. പക്ഷേ ചാനലിൽ വന്നിരുന്ന് ഞാൻ മറ്റതാണ് മറിച്ചതാണെന്ന് പറയുന്നത് നീ തനി വർഗീയവാദിയാണ്. നിന്നെ ഈ ഷാജൻസ്കറിയായ ആ ചാനലിനെ വെറുക്കണം കേരള സമൂഹം. ശക്തമായ മറുപടി. ഇങ്ങനെയുള്ള ചെറ്റകൾ ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കും, അക്രമം ഉണ്ടാക്കും, ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കും, ജനങ്ങളെ തമ്മിൽ അക്രമത്തിന് പ്രേരിപ്പിക്കും, വിഭാഗീയത ഉണ്ടാക്കും, വർഗീയ ചേരിതിരിവുണ്ടാക്കും. അതുകൊണ്ട് അവൻ്റെ ഈ ചാനലിനെ പറ്റി നിങ്ങൾ എന്തായാലും വളരെ കരുതലോടുകൂടിയിരിക്കണം. അതായത് നല്ല ഒരു ഗവൺമെന്റാണ് ഇവിടെ കേരളം ഭരിച്ചിരുന്നെങ്കിൽ ഇവൻ വെളി കാണില്ലായിരുന്നു.
ഇവനെ ഇരുട്ട് റെയിലടയ്ക്കണം, ഇവനെയൊക്കെ ഗാണ്ടിമോനായിൽ പിന്നെ പണ്ട് ഈ അമേരിക്കക്കാർ ചെയ്ത പോലെ അങ്ങനെയുള്ള ജയിലറെ ഉണ്ടാക്കി ഇവനെയൊക്കെ അടയ്ക്കണം. വർഗീയത പറയുന്നവനെ, വിഷം തീറ്റുന്നവന്, യവനായിരുന്നാലും ശരി, സെൻകുമാർ ആയിരുന്നാലും ശരി, പണിക്കരായാലും ജയശങ്കറൊക്കെ, ഇവരൊക്കെ ഒരു കമ്പനിയാണ്. ഇവരൊക്കെ ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവരെയൊക്കെ കേരള സമൂഹം മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിക്കണം, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാജ്യമാണ്. അല്ലെങ്കിൽ ഭാരതം, ഇപ്പൊ BJP-ക്കാർ ഭാരതം രണ്ടുമുണ്ട്. ഭാരതമായിരുന്നാലും ഇന്ത്യയായിരുന്നു നമ്മുടെ മാതൃരാജ്യം. മാതൃരാജ്യത്തിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിൽ പോകും, അവൻ ഷഹീദാവും, രക്തസാക്ഷിയാവും. രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നവനാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി, അന്യ ഒരു സ്ത്രീയുടെ മാനം കാക്കാൻ വേണ്ടിയായിരുന്നാലും ശരി, രക്തസാക്ഷിയായാൽ അവൻ സ്വർഗത്താണ്. മതം നോക്കിയല്ല, മുസ്ലിമിന്റെ പിന്നെ ചാരിത്ര സംരക്ഷണത്തിനല്ല, ഏത് ജാതിയായിരുന്നാലും ശരി. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. മുസ്ലിമിന് വഞ്ചനയില്ല, ചതിയില്ല, പക്ഷെ കൂട്ടിക്കൊടുപ്പുമില്ല. ഈ എവര് ഷാജൻസ്കറിയായും അവന്റെ വർഗവും കൂട്ടിക്കൊടുക്കും, ചതിക്കും, വഞ്ചിക്കും. അത് മനസ്സിലാക്കി കേരള സമൂഹം പെരുമാറണമെന്നും ഇവനെതിരെ ശക്തമായ നടപടിക്ക് ഗവൺമെന്റിലെ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വർഗീയ വിഷം ചീറ്റുന്ന അവന്റെ ചാനല് അടച്ചുപൂട്ടാൻ ഒരു കേന്ദ്രത്തിൽ ഒരു UP ഈ BJP അല്ലാതെ ഒരു ഗവൺമെന്റ് അപ്പൊ പ്ലേറ്റ് മാറ്റും. പക്ഷെ ഇവന്റെ ചാനല് പൂട്ടിക്കും, അത് നിർബന്ധമായിട്ടും പൂട്ടിക്കും. അതിന് യാതൊരു സംശയമില്ല. അതിന് ഏതറ്റം വരെ ഞാനും പോവും, എന്നെ പോലുള്ളവരും പോവും എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നിനക്ക് ഇനിയും സമയമുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാതെ ഇവിടെ സന്തോഷത്തിലും സമാധാനത്തിലും സൗഹൃദത്തിലും ജനങ്ങൾക്ക് കഴിയാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ കഴിയണമെന്നാണ് ഇവിടെയുള്ള നിഷ്പക്ഷമതികളായ ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെല്ലാം ശ്രമിക്കണം. ഇങ്ങനെയുള്ള തെറ്റുകളെ നമ്മൾ ഒറ്റപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.